ഈ മനസ്സിനെ ഇപ്പം നമ്മൾ ഭഗവത്ഗീതയൊക്കെ വായിക്കുമ്പോൾ ഭഗവാൻ പറയുന്നു, ഈശ്വര സർവഭൂതാനാം ഹൃദയശാർജുന തിഷ്ഠതി എന്ന് പറഞ്ഞു. ഈശ്വരനാണ് എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയും. അപ്പം നമ്മളുടെയൊക്കെ ഉള്ളിൽ ഈശ്വരൻ തന്നെയാണ്. ഈ ഉള്ളിലെ ഈശ്വരനിലേക്ക് നമ്മൾ എത്തണം. ഉള്ളിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ തലങ്ങളിലേക്ക് പോകുക എന്നാണ് അർത്ഥം. പക്ഷേ ഉള്ളിൽ ഈശ്വരൻ ഉണ്ടെന്ന് താത്വികമായിട്ട് പറഞ്ഞാലും നമുക്ക് എന്തുകൊണ്ടാണ് ആ ഈശ്വര ദർശനം സാധിക്കാതെ പോകുന്നത്? അവിടെ ശങ്കരാചാര്യർ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ത്രിഗുണങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു. ത്രിഗുണങ്ങൾ കാരണം നമുക്ക് കാണാനില്ല. അതിനെ അദ്ദേഹം ഒന്നും കൂടി വിസ്തരിച്ച് പറയുന്നത്, അവസ്ഥാത്രയങ്ങളുമായിട്ടുള്ള താതാത്മ്യം കാരണം ഈശ്വര ദർശനം സാധിക്കുന്നില്ല. അവസ്ഥാത്രയങ്ങൾ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, അതിനെന്താണ് കാരണം? ത്രിഗുണങ്ങളാണ് കാരണം. ഇപ്പൊ ജാഗ്രത അവസ്ഥയ്ക്ക് സാത്വിക ഗുണവാസനകളെ കൊണ്ട് ജാഗ്രത അവസ്ഥയും, രജോ ഗുണവാസനകളെ കൊണ്ട് സ്വപ്നാവസ്ഥയും, തമോ ഗുണവാസനകളെ കൊണ്ട് സുഷുപ്തി അവസ്ഥയും ഉണ്ടാകുന്നു. നമുക്ക് ഇതുമായിട്ടാണ് താതാത്മ്യം. ഈ അനുഭവങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നത് കാരണം അനുഭവങ്ങളെ പ്രകാശിപ്പിക്കുന്ന ആത്മപ്രകാശത്തിന് നമ്മൾ കാണുന്നില്ല. എന്ത് വേണം? ഇതിനെ ഓവർകം ചെയ്യണം. ഇതിന് അതിജീവിച്ചിട്ട് പോകണം. എങ്ങനെ അതിജീവിക്കും? അതാണ് അടുത്ത മാർഗം പറഞ്ഞു തന്നത്. സത്വഗുണവാസനകളെ ജ്ഞാനമാർഗം കൊണ്ട്, ജ്ഞാനയോഗം കൊണ്ട് അതിജീവിക്കാം. രജോ ഗുണവാസനകളെ ഭക്തിയോഗം കൊണ്ട് അതിജീവിക്കാം. തമോ ഗുണവാസനകളെ കർമ്മയോഗം കൊണ്ട് അതിജീവിക്കാം. 3 യോഗങ്ങൾ പറഞ്ഞു. കർമ്മയോഗവും ഭക്തിയോഗവും ജ്ഞാനയോഗം. ഇതിനെ ഒരുമിച്ച് ചേർത്താണ് ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നത്. ഉപനിഷത്തുക്കളിൽ കൂടുതലായിട്ട് ജ്ഞാനമാർഗങ്ങൾ, ജ്ഞാനയോഗത്തിന്, ആധ്യാത്മിക ജ്ഞാനത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ നമുക്ക് ഈ അവസ്ഥാത്രയങ്ങളെ അതിജീവിക്കാൻ പറ്റുള്ളൂ. ഇത് ഇപ്പം നമ്മൾ മാണ്ഡവ്യ ഉപനിഷത്തൊക്കെ പഠിക്കുമ്പോൾ അവസ്ഥാത്രയങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രം മതി എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞത്. നമ്മൾ ഈ പഠനത്തിൻ്റെ ഒക്കെ ലക്ഷ്യം, ഞാൻ ഇത്രയും വിസ്തരിച്ച് പറയാൻ കാരണം, ഈ പഠനത്തിൻ്റെ ഒക്കെ ലക്ഷ്യം എന്താണ്? ആത്യന്തികമായ ദുഃഖ നിവൃത്തി. അതെപ്പോൾ കിട്ടും? ദുഃഖങ്ങൾ തരുന്ന സംസാരത്തിൽ നിന്ന് മാറിയാൽ തന്നെ ദുഃഖ നിവൃത്തിയുള്ളൂ. ഈ സംസാരത്തിന് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? അനുഭവങ്ങളിലൂടെ. അനുഭവങ്ങൾ എന്താണ്? മനസ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിനെ അതിവർത്തിച്ചാൽ മാത്രമേ ദുഃഖ നിവൃത്തി ഉള്ളൂ. ഇതാണ് ചുരുക്കി പറഞ്ഞത്. മനസ്സുള്ളിടത്തോളം കാലം സുഖം, ദുഃഖം, ലാഭം, നഷ്ടം നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ മനോമയ കോശത്തിൻ്റെ അപ്പുറത്തേക്ക് പോകാനുള്ളൊരു ശ്രമം നമുക്ക് വേണം. അതെങ്ങനെ സാധിക്കുന്നുള്ള അത് വലിയ പ്രശ്നമാണ്. കാരണം എന്താ? അന്വേഷിക്കാൻ ചെല്ലുന്നത് മനസ്സാണ്. എന്തിനാണ് അന്വേഷിക്കാൻ പോകുന്നത്? മനസ്സിനപ്പുറമുള്ളതിന്. അപ്പോൾ ഒരിക്കലും പറ്റില്ല. കാരണം ഈ മനസ്സിനെ ചലിപ്പിക്കുന്ന ശക്തിയെ തന്നെയാണ് അന്വേഷിക്കുന്നത്. അന്വേഷിക്കുന്ന വസ്തുവും അന്വേഷകനും ഒന്നാണ്. അപ്പോൾ കാണാം, നമ്മളിൽ നിന്ന് അന്യമായതിനെ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിനുള്ള സാധനാവിധികളാണ് ഇനി മുന്നോട്ട് പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ വേണം ഈശ്വരാന്വേഷണം എന്ന് പറഞ്ഞു. മനസ്സുള്ളിടത്തോളം കാലം നമുക്ക് ഈശ്വരാന്വേഷണം സാധിക്കില്ല. മനസ്സില്ലാതെ ഈശ്വരാന്വേഷണവും സാധിക്കില്ല. അപ്പം മനസ്സിനെ ഈശ്വരാന്വേഷണത്തിലേക്ക് നമ്മൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വേണം പോകാൻ. ധ്യാനം, ജപം, അതുവഴി നമ്മളെ മനസ്സിനെ കയ്യിലെടുക്കും. ഈശ്വരനെ കാണാൻ സാധിക്കില്ല, ഈശ്വരനെ കാണാൻ സാധിക്കില്ല, നിരീശ്വരവാദികൾ പറയുന്നതാണ്. അപ്പോൾ ഒരാൾ തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കാണണമെങ്കിൽ ഉപകരണങ്ങൾ വേണ്ടേ? വേണം. അണുക്കളെ, സൂക്ഷ്മാണുക്കളെ കാണാൻ എന്ത് വേണം? മൈക്രോസ്കോപ്പ് വേണം. ഈശ്വരനെ കാണാനുള്ള ഉപകരണം എന്താണ്? എന്തുപകരണം കൊണ്ട് കാണും? ഈശ്വരനെ കാണാനുള്ള ഉപകരണം മനസ്സാണ്. അപ്പം മനസ്സിനെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ഈശ്വര ദർശനം സാധ്യമാണ്. മനോമയ കോശത്തിന് നമ്മൾ എങ്ങനെ പ്രയോഗിക്കണം എന്നാണ് ഈ പറയുന്നില്ല. ബന്ധനത്തിനും മോക്ഷത്തിനും കാരണം മനസ്സാണ് എന്നാ പറയാം. ഇങ്ങനെ മനസ്സിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലെ ഒരു അനുഭവത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് അനുഭവങ്ങൾ ഉണ്ടാവുന്നത്? സങ്കല്പങ്ങളാണ് അനുഭവം. ഞാൻ ഇങ്ങനെ സങ്കല്പിച്ചു എന്ന് എങ്ങനെ മറന്നുപോയി? നല്ലൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഈ വിസ്മൃതി, ഇതിന് നമ്മൾ പറയുന്നത് മായ എന്ന് പറയും. കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ഞാൻ സൂചിപ്പിച്ചു തോന്നുന്നത് മായ. ഓർമ്മിക്കലും മറക്കലും ഇത് രണ്ടും ഉള്ളതാണ്, മായയിലുള്ളതാണ്. മത്ത സ്മൃതിർ ജ്ഞാനം അബോഹനം ച, ഭഗവാൻ തന്നെ പറയുന്നുണ്ട് 15-ാം അധ്യായത്തിൽ. ഓർമ്മയും അറിവും ഒക്കെ ഞാൻ തന്നെയാണ്. നമുക്ക് ആ തൽക്കാല സമയത്ത് അത് മറന്നുപോയി, അത്രേ ഉള്ളൂ. അല്ലാതെ അത് സ്ഥിരമായിട്ട് മറവിയിലേക്ക് പോയിട്ടില്ല.
തൽക്കാല സമയത്ത് അത് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആത്മജ്ഞാനികളായിരിക്കുമ്പോൾ എന്ത് ചെയ്യും? അവർക്ക് ഇതെല്ലാം ഓർമ്മയുണ്ടാവും. ഞാൻ ഇന്നതിനൊക്കെ സങ്കല്പിച്ച് ഈ വഴിക്ക് വന്നു എന്നുള്ള എല്ലാ സങ്കല്പങ്ങളും അവർക്ക് ഓർമ്മയിൽ വരുന്നു. അപ്പോൾ ശരിക്കും അറിവ് ഉണ്ടായിട്ടില്ല. തൽക്കാല സമയത്ത് ഏതൊരു സങ്കല്പമാണോ ദൃഢമായിരിക്കുന്നത് അത് അനുഭവമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അനുഭവം എന്ന് പറയുന്നത് ചിന്തകൾ ബോധമണ്ഡലത്തിൽ ദൃഢമാവുന്നതാണ് അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ നാമം, രൂപം, കാലം, ദേശം, ഇതാണ് ഒരനുഭവം. ഈ നാലും ബ്രഹ്മത്തിൽ നമ്മൾ ആരോപിക്കുക എന്ന് പറയാം, ഉണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. അപ്പൊ ഈ നമ്മളുടെ ഓരോ അനുഭവത്തിൽ നിന്നും നാമം, രൂപം, ദേശം, കാലം ഇതിനെ മാറ്റിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ബ്രഹ്മമുണ്ടാവും. ഇത് ഒരു സാധനാവിദ്യയാണ്. നമ്മൾ എന്തൊക്കെ ചിന്ത എല്ലാ അനുഭവത്തിൽ നിന്നും ഇപ്പം ഈ കാണുന്ന പലതായി കാണുന്ന എല്ലാം ഒരേ രൂപമാണെന്ന് വിചാരിക്കാം. എന്നിട്ട് ആ രൂപത്തിനെ മാറ്റിക്കളയും. രൂപം പോയി കഴിഞ്ഞാൽ പിന്നെ നാമം പോയി. ഇത് രണ്ടും ഒരുമിച്ചേ നിൽക്കുള്ളൂ. കാലം മാറ്റുക അതുപോലെ. ഭൂതവും ഭാവിയില്ല, പ്രസന്റ്, ഇപ്പോൾ, ഈ നിമിഷം. ആ സമയത്ത് എന്താണോ അനുഭവിക്കുന്നത് അത് ബ്രഹ്മാനുഭവം. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ രണ്ട് ചിന്തകൾക്ക് ഇടയ്ക്കുള്ള സമയം എങ്ങനെയാ പറയാം? ഒരു ചിന്ത മാറി അടുത്ത ചിന്ത കയറും. മനസ്സിൽ കൂടെ തന്നെ നമുക്ക് ഈശ്വരാന്വേഷണം സാധിക്കും. രണ്ട് ചിന്തകൾക്ക് മനസ്സിനെ എങ്ങനെ അനുഭവിക്കുന്ന അടുത്താദ്യം ചോദിക്കുന്നുണ്ട്. മനസ്സിന് നമ്മൾ അനുഭവങ്ങളിൽ കൂടെ. അപ്പോൾ ഈ ഒരു അനുഭവത്തിൽ നിന്ന് അടുത്ത അനുഭവത്തിലേക്ക് കയറുന്ന ചെറിയ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് എന്നും പറയാൻ പറ്റില്ല. അവിടെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയാൽ ബ്രഹ്മാനുഭൂതിയാണ്. സ്റ്റിൽനെസ് ഉണ്ടാവും. യോഗികൾക്കൊക്കെ അങ്ങനെ പറ്റുള്ളൂ. നമ്മളൊന്നും അങ്ങനെ ശീലിച്ചിട്ടേ ഇല്ല. അനുഭവം മാറി വരും നമ്മൾ അറിയാറേ ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫ്ലോ ആണ്, ഒന്നിലേക്ക്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ കാലത്തിൻ്റെ വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും മനോമയ കോശത്തിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ആലോചിക്കാനുള്ളത് ഇത്രയൊക്കെ പറഞ്ഞതൊക്കെ മറന്നുപോയാലും എപ്പോഴും ആലോചിക്കാനുള്ളത് ഞാൻ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമെല്ലാം മനസ്സാണ്. ഇത്രയെങ്കിലും നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കണം. എന്നാൽ ഇനി ഇതിൻ്റെ അടുത്ത തലത്തിലേക്ക് പോകുള്ളൂ.